ഭീകര സാന്നിധ്യം ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ പിർ പഞ്ചാൽ മേഖലയിൽ സുരക്ഷാ സേനയുടെ തിരച്ചിൽ. രാഷ്ട്രീയ റൈഫിളിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ വിഭാഗമാണ് തിരച്ചിൽ നടത്തുന്നത്. ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് NIA അന്വേഷണം തുടരുകയാണ്. നിലവിൽ 50 പേരെ NIA കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 3 മാസത്തിനിടയിൽ ഇവർ നടത്തിയ പണമിടപാട് വിവരങ്ങൾ NIA ശേഖരിച്ചു വരികയാണ്. നന്ദഗോപൻ ശ്രീനഗറിൽ നിന്ന് ചേരുന്നുണ്ട്. നന്ദനിലേക്ക് എത്തുകയാണ്. ഭീകര സാന്നിധ്യം ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയാണ് ഇപ്പോൾ ഭാരതം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. പീർ പഞ്ചാൻ മേഖലയിലാണ് സുരക്ഷാ സേനയുടെ തിരച്ചിൽ നടന്നു വരുന്നത്. നന്ദൻ, അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? കാരണം കൂടുതൽ ഭീകര സാന്നിധ്യം ഭാരതം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത നീക്കം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധാപൂർവമായിരിക്കും. കാരണം ഭാരതത്തിന്റെ തിരിച്ചടി എന്ന് പറയുമ്പോൾ പഴുതടച്ചുള്ള ഒരു തിരിച്ചടിയായി തന്നെ മാറാനുള്ള സാധ്യതകളാണല്ലോ കാണുന്നത്. ദേവിക, കഴിഞ്ഞ 22-നാണ് 26 വിനോദസഞ്ചാരികൾ സാധാരണക്കാരായവരുടെ ജീവൻ നഷ്ടപ്പെടാനിടയായ ഭീകരവാദം ഉണ്ടായത്. ഈ ഭീകരവാദികൾ വെടിവെച്ച ശേഷം അവർ കാടിനുള്ളിലൂടെ കടക്കുകയായിരുന്നു. ഇവർ കുൽഗാം മലനിരകളിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഈ മേഖലയിലൊക്കെ തന്നെ തിരച്ചിൽ സജീവമാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ മേഖലയിലാണ് തിരച്ചിൽ തുടരുന്നത്. അതിനിടയിലാണ് ഈ ഉപഗ്രഹ ചിത്രത്തിൽ പിർപഞ്ച് മലനിരകളിൽ ചില ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അത് ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ കൂട്ടക്കുരുതി നടത്തിയ തീവ്രവാദികളാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാറായിട്ടില്ല. അതേസമയം ചില ഭീകരരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നുള്ളത് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ RRന്റെ പ്രത്യേക സംഘം അവിടേക്ക് ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. ഈ മേഖലയിലൊക്കെ തന്നെ അവരെ ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഈ പെഹൽഗാം ഭീകരവാദ ആക്രമണത്തിൽ പങ്കെടുത്തവരെ കഴിവതും ജീവനോടുകൂടി തന്നെ പിടികൂടണമെന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ ഡൽഹിയിൽ നിന്നും ഈ പ്രത്യേക ദൗത്യ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഈ ഭീകരവാദികളുടെ വളരെ അടുത്തേക്ക് പോലും ഈ ദൗത്യസംഘം എത്തി. അങ്ങനെ ദൗത്യസംഘത്തിന് നേരെ നിറയൊഴിച്ച് അവിടെ നിന്നും ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഈ ദൗത്യസംഘം കാര്യമായ രീതിയിൽ പ്രത്യാക്രമണം നടത്തിയില്ല. കാരണം ഡൽഹിയിൽ നിന്നുമുള്ള നിർദ്ദേശം ഇവരെ ജീവനോടുകൂടി പിടികൂടിയാൽ മാത്രമേ പാകിസ്ഥാൻ്റെ ഭീകരവാദ ബന്ധം അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ തീവ്രവാദമൊക്കെ തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കാര്യമായ പ്രത്യാക്രമണം നടത്താതെ അവരെ വധിക്കാതെ ഇപ്പോഴും അവരെ ജീവനോടുകൂടി പിടികൂടുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. ഈ കുൽഗാം മലനിരകളിൽ കാര്യമായ രീതിയിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഉപഗ്രഹ ചിത്രങ്ങളിൽ ചിലരുടെ സാന്നിധ്യം അവർ ഭീകരർ തന്നെയാണ് എന്നുള്ളതാണ് സംശയിക്കുന്നത്. അവർ പിർപഞ്ച് മലനിരകളിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായത്. അതേസമയം തന്നെ ഇതിനോടകം തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന NIA 15 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 10ഓളം പേരുടെ അക്കൗണ്ടിലേക്ക് പൈസ കൂടുതലായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് NIAക്ക് പുറമെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇത് സംബന്ധിച്ച് ഇതിന് പാരലായിട്ട് തന്നെ മറ്റൊരു അന്വേഷണവും നടത്തി വരികയാണ് എന്നുള്ളതാണ്. ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ്റെ ഭാഗമായി അവർക്ക് പ്രതിഫലം ലഭിച്ചതാണോ എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയിൽ ചിലരെ നർക്കോ അനാലിസിസിന് വിധേയമാക്കി എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 50-ലധികം പേർ, ഏതാണ്ട് 53 പേർ എന്നുള്ളതാണ് ലഭ്യമായ വിവരം. ഇവർ ഇപ്പോഴും NIA കസ്റ്റഡിയിൽ അവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ പ്രദേശവാസികളാണ്. ഒപ്പം തന്നെ ഇതിൽ ഏതാണ്ട് 4 പേർ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ ഒരു സബ് ഇൻസ്പെക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഈ ബൈസരൻ വാലിയിലെ അവിടെ സുരക്ഷയ്ക്കായി അവരെ നിയോഗിച്ചായിരുന്നു. എന്നാൽ ഈ ഭീകരവാദം നടക്കുന്ന അല്ലെങ്കിൽ ആ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അത് ഈ ഭീകരവാദികൾക്ക് സഹായമാകുന്ന രീതിയിൽ അവർ അവിടെ നിന്നും ഒഴിഞ്ഞു നിന്നതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ NIA അന്വേഷിക്കുകയാണ്. അതേസമയം തന്നെ അതിർത്തിയിൽ ഭാരതത്തിൻ്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ലൈൻ ഓഫ് കൺട്രോളിൽ BSFൻ്റെ പോസ്റ്റുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം രാത്രിയിലും ബാരാമുള്ള ഉറി അടക്കമുള്ള മേഖലകളിലെ പോസ്റ്റുകൾക്ക് നേരെ ഈ പാകിസ്ഥാൻ റേഞ്ചേഴ്സ്, പാകിസ്ഥാൻ്റെ അതിർത്തി കാക്കുന്ന സേനാ വിഭാഗമായ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഇന്നലെ രാത്രിയിലും വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായി. ശക്തമായ നാണയത്തിൽ തന്നെ BSFും തിരിച്ചടിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ സൈനിക ഓപ്പറേഷണൽ മേധാവി പാകിസ്ഥാൻ സൈന്യത്തോട് കൃത്യമായ എതിർപ്പ്, അതിനുള്ള പ്രതിഷേധം കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട്. ഭാരതം ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നുള്ള വാണിംഗും ഓപ്പറേഷണൽ മേധാവി ഇതിനോടകം തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് നൽകി കഴിഞ്ഞിരിക്കുന്നു. ദേവിക.
അതോടൊപ്പം തന്നെ അവിടെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നു വരികയാണ്. അതുപോലെ തന്നെ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഭീകര സാന്നിധ്യമെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഭീകരാക്രമണത്തെ പുനരാവിഷ്കരിച്ചുകൊണ്ടെല്ലാമുള്ള പരിശോധനകളായിരുന്നു നടന്നത്. ഇന്നും അത്തരത്തിലുള്ള ഏതെങ്കിലും പരിശോധനകൾ അവിടെ നടക്കുന്നുണ്ടോ? കാരണം കൂടുതൽ പരിശോധനകൾ കർശനമാക്കുമ്പോഴും എന്താണ് അവിടെ നടന്നത് എന്ന് ഒരിക്കൽ കൂടി പുനരാവിഷ്കരിച്ചുകൊണ്ടുള്ള കൂടുതൽ പരിശോധനകൾ അവിടെ നടക്കാൻ ഇന്നും സാധ്യത കാണുന്നുണ്ടോ? ദേവിക, ഒരു IG-യുടെയും ഒരു DIG-യുടെയും അതേപോലെ തന്നെ SP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് NIA-യുടെ ഭാഗമായി കേസ് അന്വേഷണം നടത്തുന്നത്. അവർ ഈ പെഹൽഗാമിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ബൈസരൻ വാലിയിൽ ഇതിനോടകം തന്നെ പലതവണ ആ സംഭവം പുനരാവിഷ്കരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല 3D മാപ്പിംഗ് അടക്കമുള്ളവ നടത്തിക്കഴിഞ്ഞു. അതിനൊക്കെ അപ്പുറത്തേക്ക് ആ മേഖലയിലുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഈ അടുത്ത കുറേ ദിവസങ്ങളിലായി ഈ സംഭവത്തിന് ശേഷം നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നിരവധി ഇത്തരം വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്. ഈ പഹൽഗാമിൽ നടന്ന സംഭവമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ചിലത് വ്യാജമായേക്കാം എന്നുള്ളതാണ് NIA സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ദൃശ്യങ്ങൾ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് NIA സംഘം. അതിനപ്പുറം ഈ അവിടെ അന്ന് ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ അവർ പകർത്തിയ മുഴുവൻ ദൃശ്യങ്ങളും NIA-ക്ക് കൈമാറാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നുള്ളതാണ് NIA കണക്ക് കൂട്ടുന്നത്. വിവിധ സംസ്ഥാനക്കാരാണ് അവിടെ അന്ന് വിനോദസഞ്ചാരികളായി എത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതാത് സംസ്ഥാനങ്ങളിലെ NIA യൂണിറ്റിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കളക്ട് ചെയ്ത് ഇവിടെ ഡൽഹിക്ക് കൈമാറാൻ, NIA ആസ്ഥാനത്തിന് കൈമാറാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ തന്നെ ചില സംശയങ്ങളുണ്ട്. ചില വ്യാജ ദൃശ്യങ്ങളും മറ്റും ഈ അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും വഴിതിരിച്ചു വിടുവാനും വേണ്ടി ചില വ്യാജ ദൃശ്യങ്ങൾ ഇത്തരം അങ്ങനെ ഈ പടരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അവ കൃത്യമായി തന്നെ പരിശോധിച്ച് വരികയാണ്. അതേപോലെ തന്നെ 3D മാപ്പിംഗ് അടക്കമുള്ളവ ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. ഈ വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ഈ സംഭവം പുനരാവിഷ്കരിച്ചുകൊണ്ട് ഇത്തരം ഈ അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി അത്തരം ഈ അന്ന് നടന്ന തീവ്രവാദ ആക്രമണം NIA പുനരാവിഷ്കരിക്കുമെന്നുള്ളതാണ് അന്വേഷണ ഏജൻസി നൽകുന്ന സൂചന. ദേവിക. ശരി നന്ദൻ, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ കൂടുതൽ ഭയക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഭാരത സൈന്യം ഭീകരർക്ക് തൊട്ടരികിലെത്തി എന്നറിഞ്ഞ നിമിഷം തന്നെ കൂടുതൽ നടപടികളിലേക്ക് പാകിസ്ഥാൻ കടന്നിരിക്കുകയാണ്. മാത്രവുമല്ല, ഭീകരർക്ക് കുടപിടിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഭീകരരുടെ വീടുകളിലടക്കം സുരക്ഷാ സേനയെ, അവിടെയുള്ള കൂടുതൽ കമാൻഡോകളെ ഡിപ്ലോയ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ വീടുകൾക്ക് സുരക്ഷ ഒരുക്കുന്നു, അവർക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. മാത്രവുമല്ല, ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഭീകര സംഘടനയെ പോലും വെള്ളപൂശുന്ന ഒരു സാഹചര്യവും പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇതിനോടകം തന്നെ തുർക്കിയും ചൈനയും ഒക്കെ തന്നെ പാകിസ്ഥാന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല, പാകിസ്ഥാൻ ഒരു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ലോകരാഷ്ട്രങ്ങൾക്ക് ഏതാണ്ട് തിരിച്ചറിഞ്ഞു. മാത്രമല്ല, ഭാരതത്തിന് ഇനി മുന്നോട്ട് വെക്കാനുള്ളത് അതിന് കൂടുതൽ തെളിവുകൾ നൽകുക എന്നുള്ളതാണ് ഭാരതത്തിന് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പെഹൽഗാം ബൈസരൻ വാലിയിൽ നടന്ന തീവ്രവാദ അക്രമത്തിൽ പങ്കെടുത്തവരെ ജീവനോടുകൂടി തന്നെ പിടികൂടി അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവരെ പ്രദർശിപ്പിച്ച് പാകിസ്ഥാൻ്റെ പങ്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഭാരതം ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അന്വേഷണ ഏജൻസികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയത് ഇവരെ വധിക്കാനായിരുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വധിക്കാമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇവരുടെ ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുണ്ട്, അതേപോലെ തന്നെ നാവിഗേഷൻ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, മോസ്റ്റ് മോഡേൺ ആയുധങ്ങളൊക്കെ തന്നെ ഇവരുടെ ഉണ്ട്. ഇതെല്ലാം ചൈന നൽകിയതാണ് എന്നുള്ളതാണ് പ്രധാനമായും, അല്ലെങ്കിൽ അത്തരം സൂചനകളാണ് ലഭിക്കുന്നത്. ഈ പാകിസ്ഥാൻ ഏതായാലും നിലവിൽ വലിയ രീതിയിലുള്ള ഭയപ്പാടിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം പാകിസ്ഥാൻ്റെ പല പോസ്റ്റുകളും ഇതിനോടകം തന്നെ, അതായത് അതിർത്തിയിലെ LOCയിലെ പല പോസ്റ്റുകളിലും അവിടെ കാവൽ നിൽക്കുവാൻ സൈന്യത്തെ അല്ലെങ്കിൽ അവരുടെ പാകിസ്ഥാൻ റേഞ്ചേഴ്സിനെ ലഭിക്കാത്തൊരവസ്ഥ, പലരും ഉന്നത റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പോലും ജോലി രാജിവെച്ച് പോകുന്നൊരവസ്ഥ. കാര്യം ഭാരതം തിരിച്ചടിച്ചാൽ പിന്നെ ഒന്നും അവശേഷിക്കില്ല എന്നുള്ളത് അവർക്ക്, ആ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ജീവൻ മതി, ഈ ജോലി വേണ്ട എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളത്തിലെ ജോലി ഉപേക്ഷിച്ച് അവർ മറ്റും കാർഷിക വൃത്തിയിലേക്ക് മറ്റും പോയിട്ടുള്ളത്. ഏതായാലും പാകിസ്ഥാൻ വലിയ ഭയത്തിൽ തന്നെയാണ്.
ആ ഭയം ഇതിനോടകം തന്നെ പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ അത്തരം ഒരു ആശങ്ക പാകിസ്ഥാൻ ഇതിനോടകം തന്നെ UN അടക്കം അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ്റെ ഭയം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പാകിസ്ഥാനെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ഭാരതം ഒരുങ്ങുന്നത്. അതിന് കൃത്യമായ അവസരം, സമയം അല്ലെങ്കിൽ ഈ ഭീകരവാദികളെ പിടിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ച ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ഭാരതം കടന്നാക്രമിക്കാൻ ശ്രമിക്കുക. അതിനു മുമ്പ് ഒരു ആക്രമണത്തിലേക്ക് ഒരുപക്ഷെ ഭാരതം കടക്കില്ല എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. കാര്യം ഇത്തരം വ്യക്തമായ തെളിവുകൾ ഭാരതത്തിൻ്റെ പക്കലുണ്ടെങ്കിൽ പോലും പാകിസ്ഥാൻ തങ്ങളല്ല ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ പിന്താങ്ങിക്കൊണ്ട് ചൈനയും തുർക്കി അടക്കമുള്ള രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു. സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ തീവ്രവാദ രാഷ്ട്രമാണെന്ന് തെളിയിക്കാൻ ഭാരതത്തിന് ലഭിച്ച അവസരം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഈ തെളിവുകൾ പൂർണ്ണമായും ലഭിച്ച അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ കാട്ടിയ ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ഭാരതം പ്രത്യാക്രമണം നടത്തുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ പാകിസ്ഥാൻ സൈനിക മേധാവിയും ഉപമേധാവിയും ഒക്കെ തന്നെ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ മറ്റ് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് കടത്തിയിരിക്കുന്നു. അങ്ങനെ വലിയ ഒരു ഭയത്തിലും ആശങ്കയിലുമാണ് ഇപ്പോൾ പാകിസ്ഥാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഭാരതം നയതന്ത്രപരമായി പല രീതിയിലും തിരിച്ചടി നൽകി കഴിഞ്ഞു. സിന്ധു നദി ജലകരാറ്, അതേപോലെ തന്നെ ബോർഡർ അടച്ചുകൊണ്ട് ഉള്ള തീരുമാനം, ഒപ്പം തന്നെ ഭാരതത്തിലുണ്ടായിരുന്ന പാകിസ്ഥാൻ സ്വദേശികളെ അല്ലെങ്കിൽ പാകിസ്ഥാൻ വംശജരെ അവരെ പൂർണ്ണമായും ഇവിടെ നിന്നും പാകിസ്ഥാനിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള പ്രത്യാക്രമണം, നയതന്ത്രപരമായ പ്രത്യാക്രമണം ഭാരതം നടത്തി കഴിഞ്ഞു. ഉറി സെക്ടറിലുണ്ടായിരുന്ന ഡാം പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ തുറന്നുവിട്ട് POKയിൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമുണ്ടാക്കി, അവിടെ വലിയ നാശനഷ്ടമുണ്ടാക്കി, അവിടെ വീടുകളും കടകളും ഒക്കെ തന്നെ ഒലിച്ചുപോയി, വലിയ രീതിയിലുള്ള കൃഷിനാശം വരെ സംഭവിച്ചു. ഇതെല്ലാം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നയതന്ത്രപരമായ തിരിച്ചടിയാണ്. ഇനി നേരിട്ടുള്ളൊരു തിരിച്ചടി ഉണ്ടാകുക അത് ഈ തെളിവുകൾ, ഈ ഭീകരന്മാരെ പിടിച്ച ശേഷം മാത്രമായിരിക്കും എന്നുള്ളതാണ് ഈ സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ദേവിക. ശരി.